നമസ്കാരം. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്പേഴ്സിന്റെ ജീവനക്കാരുടെ എണ്ണം 10,000-ൽ നിന്ന് 300-ൽ താഴെയാക്കി കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നുണ്ടെന്ന വാർത്ത പുറത്തു വന്നിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനകളിലൊന്നായ USAIDയിൽ വെറും 294 ജീവനക്കാരായി ചുരുക്കുമെന്നായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലവനും വ്യവസായിയുമായ ഇലോൺ മസ്കിന്റെ സ്വാധീനത്താൽ ഒരു പുനഃസംഘടനാ പദ്ധതിയുടെ ഭാഗമാണ് ഈ വെട്ടിക്കുറവുകൾ. അതേസമയം ട്രംപിന്റെ ഈ പുതിയ നീക്കം ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വളരെയധികം ആശങ്കയുണ്ടെന്ന വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. USAIDയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെയും അവരെ ആശ്രയിക്കുന്നവരുടെയും ജീവിതത്തെ ഈ വെട്ടിക്കുറയ്ക്കൽ കൃത്യമായി തന്നെ ബാധിക്കുമെന്നും വിവരമുണ്ട്. എന്നാൽ ഇതിനൊക്കെ പിന്നാലെ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ലോകമെമ്പാടുമുള്ള വിവിധ പരിപാടികൾക്ക് ധനസഹായം നൽകുകയാണെന്നാണ് USAIDയുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്നതിനും ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിനും തെറ്റായ വാർത്ത നൽകാൻ മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അമേരിക്കക്കാരുടെ നികുതി പണം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ജോർജ് സോറോസ് USAIDയെ ഉപയോഗിച്ചിരുന്നുവെന്നാണ് നിരവധി റിപ്പോർട്ടുകൾ പറയുന്നത്. ലക്കറിന്റെ ഫണ്ടിംഗ് ഏജൻസിയായ ഫത്ത-ഇ ഇൻസാനിയത്തിൽ പോലും USAIDയുടെ സഹായം എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ലഷ്കർ-ഇ-തൊയ്ബയുടെ ആദ്യ ഫണ്ടിംഗ് വിഭാഗമായ ജമാഅത്ത്-ഉദ്-ദവയെ അമേരിക്കയും ഇന്ത്യയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷമാണ് NGOയുടെ മറപറ്റി FEI രൂപീകരിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ FEI പിരിക്കുന്ന തുക ജമ്മു കശ്മീരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് ഉപയോഗിക്കുന്നത്. മിഷിഗൺ ആസ്ഥാനമായുള്ള മുസ്ലിം ചാരിറ്റിയായ ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് വഴിയാണ് USAID നൽകിയ ഫണ്ടുകൾ FEIക്ക് ലഭിച്ചതെന്നാണ് വിവരം. 2023-ൽ ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ടി മക്കോൾ ഈ പ്രശ്നം ഉയർത്തിക്കാട്ടി USAIDക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും 2023-ൽ USAID HHRDക്ക് $73,000 അനുവദിച്ചിരുന്നു. FEIയെയും അതിന്റെ മാതൃസംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയെയും US നിരോധിച്ച ഉത്തരവിൽ FEI പാക് ആസ്ഥാനമായുള്ള സംഘടനയാണെന്നും നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുമായും അതിന്റെ മാനുഷിക സംഘടനയായ ജമാഅത്ത്-ഉദ്-ദവയുമായും അടുത്ത ബന്ധമുണ്ടെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു. USAIDക്കുള്ള ധനസഹായം അറിയിപ്പിച്ച ട്രംപിന്റെ നടപടി ലോകത്താകെ പടർന്നു കിടക്കുന്ന ജിഹാദി സംഘങ്ങൾക്ക് വൻ തിരിച്ചടിയാകുമെന്ന് വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.